من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മളിനി പറയാൻ പോകുന്നത് മുലാരിയായ ഫീൽ എന്താന്ന് പഠിച്ചു. ഇനി മുലാരിയായ ഫിഇലിന്റെ വ്യത്യസ്ത ഇനങ്ങൾ, അഖ്സാമുൽ ഫിഇലിൽ മുലാരിഇ, അത് നമ്മൾ പറയാൻ പോകുന്നത്. അഖ്സാമുൽ ഫിഇലിൽ മുലാരിഇ, മുലാരിയായ ഫിഇലിന്റെ വ്യത്യസ്ത ഇനങ്ങൾ നോക്കാം. ഫൽ മബ്നിയു, എടുക്കപ്പെട്ടത്, ലിൽ ഫാഇലി, ഫാഇലിനു വേണ്ടി എടുക്കപ്പെട്ടത്, മിൻഹു, മുലാരിയായ ഫിഇലിൽ നിന്നും, മുലാരിയായ ഫിഇലിൽ നിന്നും ഫാഇലിനു വേണ്ടി എടുക്കപ്പെട്ടത്. എന്താ പറഞ്ഞത്? ഫൽ മബ്നിയു, എടുക്കപ്പെട്ടത്, ലിൽ ഫാഇലി, ഫാഇലിനു വേണ്ടി എടുക്കപ്പെട്ടത്, മിൻഹു, മുലാരിയായ ഫിഇലിൽ നിന്നും. മുലാരിയായ ഫീലിൽ നിന്നും ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാകുന്നത് മാ, ഒരു ഫീലാണ്. കാന ഹർഫുൽ മുലാറഅത്തി മിൻഹു, അതിൽ നിന്നുമുള്ള മുലാറഅത്തിന്റെ അക്ഷരം ആയിരിക്കുന്നു. നമ്മൾ അത്തൈന എന്ന് പഠിച്ചല്ലോ, അത്തൈന, ആ അക്ഷരമായിരിക്കുന്നു മഫ്തൂഹൻ, ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കുന്നു. അതാ പ്രത്യേകത. ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണോ എന്ന് പറഞ്ഞാൽ മഅറൂഫായ ഫീല്, ഫായിൽ പറയുന്ന ഫീല്. നമ്മൾ മാലി പറഞ്ഞല്ലോ, കത്തബ, അത് മജ്ഹൂലിന് വേണ്ടി എടുക്കുമ്പോൾ കുത്തിബ എന്നാകും. അതേപോലെ മുലാരിയായ ഫീല് തുടക്കത്തിൽ അത്തൈന എന്ന 4 അക്ഷരങ്ങളിൽ ഒരക്ഷരം ഉള്ളതിനാണ് മുലാരിയായ ഫീൽ എന്ന് പറയാം. ആ മുലാരി ആയ ഫീലിന്റെ പ്രത്യേകത, മഅറൂഫിന് വേണ്ടി എടുക്കപ്പെടുന്നതാണെങ്കിൽ അതിൻ്റെ മുലാറഅത്തിന്റെ അക്ഷരം ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നോക്കാം. ഏതിലൊഴികെ? ഇല്ലാമ, ഒന്നൊഴികെ. കാന മാലിഹി, അതിൻ്റെ മാലി ആയിരിക്കുന്നു, അല അർബഅത്തി ഹറുഫിൻ, 4 അക്ഷരമുള്ളതായിരിക്കുന്നു. അപ്പോൾ ചുരുക്കി പറയാം, മാലി 4 അക്ഷരമുള്ള ഫിഇലുകളുടെ മുലാരി ഒഴികെ ബാക്കിയുള്ള മുലാരിയായ ഫിഇലുകളുടെ എല്ലാം മഅറൂഫ് എടുക്കുന്ന സമയത്ത് മുലാറഅത്തിന്റെ അക്ഷരം ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കും. ഓക്കെ. മാലി 3 അക്ഷരമുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കത്തബ. മാലി 4 അക്ഷരമുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കത്തബ, കാത്തബ, അക്തബ. മാലി 5 അക്ഷരമുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 6 അക്ഷരമുള്ളതും പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാലി 4 അക്ഷരമുള്ള മുലാരി ആയ ഫീലുകൾ ഒഴികെയുള്ള എല്ലാ ഫീലിൻ്റെയും, അപ്പൊ മാലി 3 അക്ഷരമാണ്, അതിൻ്റെ മുലാരിയില് മുലാറഅത്തിന്റെ അക്ഷരത്തിന് ഫത്ഹായിരിക്കും. മാലി 5 അക്ഷരമാണ്, അതിൻ്റെ മുലാരിയില് മുലാറഅത്തിന്റെ ഹർക്കത്തിന് ഫത്ഹായിരിക്കും. മാലി 6 അക്ഷരമാണ്, അതിൻ്റെ മുലാരിയില് മുലാറഅത്തിന്റെ അക്ഷരത്തിന് ഫത്ഹായിരിക്കും. ഓക്കെ. അപ്പൊ മാലി 4 അക്ഷരം ഉള്ളതിൻ്റെയോ, അതിൻ്റെ മാലി 4 അക്ഷരം ഉള്ളതിൻ്റെ ഫഇന്ന ഹർഫൽ മുലാറഅത്തി, മുലാറഅത്തിന്റെ അക്ഷരം, ഹർഫ്, തീർച്ചയായും, മിൻഹു, മാലി 4 അക്ഷരമുള്ളതിൻ്റെ മുലാറഅത്തിന്റെ ഹർഫ്, യകൂനു മൽമൂമൻ അബദൻ, എപ്പോഴും ലമ്മ് വെക്കപ്പെട്ടതായിരിക്കും. അതിന്റെ മുലാരി എപ്പോഴും എന്തായിരിക്കും? ലമ്മ് വെക്കപ്പെട്ടതായിരിക്കും. ഇപ്പൊ ഉദാഹരണം നോക്കുക. ഫഅല യുഫഇലു എന്ന് പറയാം, മഅറൂഫ്. കാത്തല യുഖാത്തിലു, കാത്തലക്ക് 4 അക്ഷരം ഉണ്ടല്ലോ തുടക്കത്തിൽ, അല്ലേ? കാത്തല, അതിന്റെ മുലാരി യുഖാത്തിലു. ഉണ്ടോ? മുലാറത്തിന്റെ അക്ഷരമാകുന്ന യാ എനിക്ക് ലമ്മാണ് കൊടുത്തത്.
ഫഅല അത് നാലക്ഷരമുണ്ട്, അതിൻ്റെ മുലാരിനിക്ക് യുഫഇലു എന്നാണ് കൊടുത്തത്. അക്രമ അതിൻ്റെ മുലാരിനിക്ക് യുക്രിമൂന്ന കൊടുത്തത്. ദഹ്റജ അതിൻ്റെ മുലാരിനിക്ക് യുദഹ്രിജു എന്നാണ് കൊടുത്തത്. അപ്പോൾ മാലി നാലക്ഷരമുള്ളതിൻ്റെ മുലാരി എപ്പോഴും മുലാറത്തിൻ്റെ ഹർഫിനിക്ക് ലമ്മു വെക്കപ്പെട്ടതായിരിക്കും. ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഫത്ഹ് വെക്കപ്പെട്ടതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇതിന് ലമ്മു വെക്കപ്പെട്ടതിന് ഉദാഹരണം പറയാണ്, ഞാൻ ഷെയ്ഡ് ചെയ്യുക. നഹവു യുദഹ്രിജു, വയുക്രിമു, വയുഫർരിജു, വയുഖാതിലു. അവിടെയൊക്കെ എന്ത് ചെയ്തു? ഒക്കെ ലമ്മാണ് മുലാറത്തിന്റെ അക്ഷരം. സർഫാകുമ്പോഴും അങ്ങനെ തന്നെ വരിക. യുദഹ്രിജു, യുദഹ്രിജാനി, യുദഹ്രിജൂന, തുദഹ്രിജു, തുദഹ്രിജാനി, യുദഹ്രിജിന, തുദഹ്രിജു. അങ്ങനെ സർഫാകുമ്പോഴൊക്കെ അതേപോലെ തന്നെ വരിക. യുക്രിമു, യുക്രിമാനി, യുക്രിമൂന, തുക്രിമു, തുക്രിമാനി, യുക്രിംന. ഉണ്ടാവും ഒക്കെ അതേപോലെ തന്നെ. തിരിഞ്ഞോ? അപ്പോൾ ഇതിലൊരു വ്യത്യാസം, മജ്ഹൂലാവുമ്പോഴും തുടക്കത്തിൽ ലമ്മായിരിക്കും അല്ലേ? മജ്ഹൂലാവുമ്പോഴും തുടക്കത്തിൽ ലമ്മായിരിക്കുമല്ലോ. ഇതിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ ലമ്മ് എന്നാ പറഞ്ഞു. അപ്പൊ അതിന് ഇത് മഅറൂഫിന് വേണ്ടി എടുക്കപ്പെട്ടതാണ് എന്നതിൻ്റെ അടയാളം എന്താണ്? അവസാനത്തതിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ഇവിടെ ഒക്കെ നോക്കി നിങ്ങൾ. യുഫർരിജു, യുഫർരിഹു, അവസാനത്തെ അക്ഷരം ഹ ആണ്, അതിൻ്റെ മുമ്പുള്ളത് റാ ആണ്. കസ്റല്ലേ? അല്ലേ? യുഖാതിലു, അവിടെ അവസാനത്തത് ലാം ആണ്, അതിൻ്റെ മുമ്പുള്ള താ എനിക്ക് കസ്റല്ലേ? യുക്രിമു, യുദഹ്രിജു ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ മഅറൂഫ് ആവുമ്പോൾ അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും എപ്പോഴും. ഇവകളുടെ മജ്ഹൂലാവുമ്പോൾ യുദഹ്റജു എന്നാ വരിക. യുദഹ്റജു അവസാനത്തിന് മുമ്പുള്ള എന്തായിരിക്കും? ഫത്ഹ് ആയിരിക്കും. അല്ല മജ്ഹൂലാവുമ്പോഴേ, ഇതിന്റെ മജ്ഹൂലാവുമ്പോഴേ, ഇതിപ്പോ മഅറൂഫല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വന്നു, എന്ത് അറിയോ? ഫസ്റ്റത്ത് ലമ്മ് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഈ മാലി നാലക്ഷരമുള്ള ഫീലുകൾക്ക് മുലാരിയില് മുലാറത്തിന്റെ അക്ഷരത്തിനക്ക് ലമ്മ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സംശയം, അപ്പൊ മജ്ഹൂലാവുമ്പോ അതെങ്ങനെ തിരിച്ചറിയാ? ഒരു സംശയമല്ലേ? മജ്ഹൂലാവുമ്പോൾ എങ്ങനെയാ നമ്മൾ തിരിച്ചറിയാം? അപ്പൊ അതിന് മറുപടി പറയാണ്, മജ്ഹൂലാകുമ്പോൾ അവസാനത്തതിന് മുമ്പുള്ളത് ഫത്ഹ ആയിരിക്കും. മഅറൂഫ് ആകുമ്പോൾ അവസാനത്തിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ഓക്കെ. വഅലാമത്തു അടയാളം, ബിനാഇ ഹാദിഹിൽ അർബഅതി, ഈ നാലെണ്ണം എടുത്തതിന്റെ അടയാളം. മജ്ഹൂലാണ് ഫായിൽ പറയപ്പെടാത്തത്. ഇപ്പൊ കുത്തില കൊല്ലപ്പെട്ടു, കൊന്ന ആളെ പറഞ്ഞില്ല. കുത്തിബ എഴുതപ്പെട്ടു. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഫായിൽ അറിയപ്പെട്ടത്. ഇപ്പൊ കത്തബ അവൻ എഴുതി, കത്തബ സൈദുൻ, ഖതല സൈദുൻ സൈദ് കൊന്നു, അംറൻ അംറിനെ. മജ്ഹൂലാവുമ്പോൾ എന്താവും? കുത്തില അംറുൻ എന്ന് പറയാം, അംറു കൊല്ലപ്പെട്ടു എന്ന് പറയാം, കൊന്ന ആൾ അവിടെ പറയില്ല. അപ്പൊ അതേപോലെ മുലാരിയിലും മജ്ഹൂലും വരും, മഅറൂഫും വരും. മഅറൂഫ് ആവുമ്പോൾ നമ്മൾ അതിൽ ഫായിൽ ഉണ്ടാവും. ഫായിലിന് വേണ്ടി എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ മുലാറത്തിന്റെ ഹർഫിനിക്ക് നമ്മൾ ഫത്ഹ് കൊടുക്കണം എന്ന് പറഞ്ഞ്. ഏതിലൊഴികെ? മാലി നാലക്ഷരമുള്ളതിൻ്റെ മുലാരിയിൽ ഒഴികെ. ഇനി മാലി നാലക്ഷരമുള്ളതിൻ്റെ മുലാരിയിൽ എപ്പോഴും ലമ്മായിരിക്കും. അപ്പം അവിടെ ഒരു ചോദ്യം വരികയാണ്, അപ്പോൾ മജ്ഹൂലാവുമ്പോഴും ഇതും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുക? മജ്ഹൂലിനും തുടക്കത്തിൽ ലമ്മല്ലേ, മഅറൂഫിനും ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ലമ്മ് കൊടുക്കണം എന്നാ പറഞ്ഞത്. അപ്പം ഈ നാലെണ്ണത്തിൻ്റെ മജ്ഹൂലും മഅറൂഫും എങ്ങനെയാണ് വ്യത്യാസപ്പെടുക? അതിന് മറുപടിയാണ് ഇനി പറയുന്നത്. വഅലാമത്തു ബിനാഇ ഹാദിഹിൽ അർബഅതി, ഈ നാലെണ്ണം എടുത്തതിൻ്റെ അടയാളം.
ലിൽ ഫായിലി, ഫായിലിനു വേണ്ടി ഈ 4 എടുത്തതിൻ്റെ അടയാളം. ശ്രദ്ധിച്ചോട്ടോ. കൗനുൽ ഹർഫി അല്ലദീ ഖബല ആഖിരിഹി, അവസാനത്തതിന് മുമ്പുള്ള ഹർഫ് ആകലാണ്. മക്സൂറൻ, കസ്ർ വെക്കപ്പെട്ടതാവലാണ്. അബദൻ, എപ്പോഴും. അവസാനത്തിന് മുമ്പുള്ള എപ്പോഴും കസ്ർ വെക്കപ്പെട്ടത് ആവലാണ്. ഇവിടൊക്കെ നോക്കി. യുദഹ്രിജു, യുക്രിമു, യുഖാതിലു, യുഫർരിഹു അല്ലെങ്കിൽ യുഫർരിജു, ഏത് 4 അക്ഷരമുള്ളതിൻ്റെയും മഅറൂഫായ ഫെയിലാണെങ്കിൽ അവസാനത്തതിന് മുമ്പുള്ളത് കസ്റായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് മിസാലുഹു, അവകളുടെ ഉദാഹരണം, അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ മുലാറത്തിന്റെ അക്ഷരം ഫത്ഹ ആയതിൻ്റെ ഉദാഹരണം പറയുന്നു കേട്ടോ. നമ്മൾ ലമ്മിൻ്റെ ഒരു ചർച്ചയുടെ അടുക്ക് വന്നു എന്നുള്ളൂ. ഇനി മിസാലുഹു, അതിൻ്റെ ഉദാഹരണം. മിൻ യഫ്ഉലു, യഫ്ഉലു എന്നുള്ളതിൽ നിന്നുള്ള ഉദാഹരണം. മുലാരി യഫ്ഉലു എന്ന് വരുമ്പോൾ ഉദാഹരണം. യൻസുറു യൻസുറാനി യൻസുറൂന, തൻസുറു തൻസുറാനി യൻസുർന, തൻസുറു തൻസുറാനി തൻസുറൂന, തൻസുരീന തൻസുറാനി തൻസുർന, അൻസുറൂ നൻസുറൂ. കണ്ടോ? ഒക്കെ മുലാറത്തിന്റെ അക്ഷരത്തിന് എന്താണ്? ഫത്ഹാണ്. മുലാറത്തിന്റെ അക്ഷരത്തിനോട് ഫത്ഹ് അല്ലേ? വഖിസ്, നീ ഖിയാസാക്കിക്കോ, നീ താരതമ്യപ്പെടുത്തിക്കോ. അലാഹാദ, ഇപ്പറഞ്ഞതിൻ്റെ മേൽ, പറഞ്ഞതിൻ്റെ മേലെ, യൻസുർ യൻസുറാനി യൻസുറൂന എന്നുള്ളതിൻ്റെ മേൽ യദ്രിബു, യദ്രിബു എന്നുള്ളതിനെ ഖിയാസാക്കിക്കോ, താരതമ്യപ്പെടുത്തിക്കോ. അപ്പോൾ യദ്രിബു യദ്രിബാനി യദ്രിബൂന, തദ്രിബു തദ്രിബാനി യദ്രിബ്ന, തദ്രിബു തദ്രിബാനി തദ്രിബൂന, തദ്രിബീന തദ്രിബാനി തദ്രിബ്ന, അദ്രിബു നദ്രിബു. അതേപോലെ നോക്കി. യഅലമു യഅലമാനി യഅലമൂന, വയുദഹ്രിജു യുദഹ്രിജാനി യുദഹ്രിജൂന, വയുക്രിമു യുക്രിമാനി, അങ്ങനെ ഓരോന്ന് സർഫാക്കുക. വയുഖാതിലു യുഖാതിലാനി യുഖാതിലൂന, വയുഫർരിഹു യുഫർരിഹാനി യുഫർരിഹൂന, വയതകസ്സറു. കണ്ടോ? യാ, അവിടെ യാ എന്നാ വായിച്ചത്. അത് എത്ര അക്ഷരമുണ്ട്? മാലി 5 അക്ഷരമുണ്ട്. അത് തകസ്സറ യതകസ്സറു, യതകസ്സറു യതകസ്സറാനി യതകസ്സറൂന, യതബാഅദു യതബാഅദാനി യതബാഅദൂന, യൻഖതിഉ യൻഖതിആനി യൻഖതിഊന, യജ്തമിഉ യജ്തമിആനി യജ്തമിഊന, യഹ്മറു യഹ്മറാനി യഹ്മറൂന, യഹ്മാറു യഹ്മാറാനി യഹ്മാറൂന, യസ്തഖ്രിജു യസ്തഖ്രിജാനി യസ്തഖ്രിജൂന, യഅ്ശൗശിബു യഅ്ശൗശിബ. അതൊക്കെ ഓരോ ഇതാണ്, ഫെയിലാട്ടോ. യഅ്ശൗശിബു യഅ്ശൗശിബാനി യഅ്ശൗശിബൂന, യക്അൻസിസു യക്അൻസിസാനി യക്അൻസിസൂന, വയസ്ലൻഖ വയസ്ലൻഖി യസ്ലൻഖിയാനി യസ്ലൻഖൂന, വയജ്ലവ്വിദു യജ്ലവ്വിദാനി യജ്ലവ്വിദൂന, വയതദഹ്റജു യതദഹ്റജാനി യതദഹ്റജൂന, വയഹ്റൻജിമു യഹ്റൻജിമാനി യഹ്റൻജിമൂന, വയഖ്ശഇറു യഖ്ശഇറാനി യഖ്ശഇറൂന. ഇങ്ങനെ സർഫാക്കിയിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറഞ്ഞ യൻസുറി യൻസുറാനി യൻസുറൂന എന്ന് പറഞ്ഞാൽ ഫുള്ള് പറഞ്ഞ പോലെ തന്നെയാണ് ഇതൊക്കെ സർഫാക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാ ഐറ്റം ഫീലും പറഞ്ഞു. എല്ലാ ഐറ്റം ഫീലും പറഞ്ഞു. മാലി 3 അക്ഷരമുള്ളത് പറഞ്ഞു, 4 അക്ഷരമുള്ളത് പറഞ്ഞു, 5 അക്ഷരമുള്ളത് പറഞ്ഞു, 6 അക്ഷരമുള്ളതും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മള് ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞത്, ചർച്ച ചെയ്ത്. ഇനി നോക്കണേ. വൽ മബ്നിയു ലിൽ മഫ്ഊലി മിൻഹു, മുളാരിയായ ഫേലിൽ നിന്നും മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നത്. അപ്പോൾ മജ്ഹൂലായത് എന്നർത്ഥം.
മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നത് മഫ്ഊലിന് വേണ്ടി എടുക്കപ്പെടുന്നത് മാ ഒന്നാണ്. കാന ഹർഫുൽ മുലാറഅത്തി മിൻഹു, ആ ഒന്നിൻ്റെ മുലാറഅത്തിൻ്റെ അക്ഷരം, ആ ഒന്നിൻ്റെ മുലാറഅത്തിൻ്റെ അക്ഷരം മളുമൂമൻ, ലമ്മു വെക്കപ്പെട്ടതായിരിക്കും. അതിൻ്റെ മുലാറഅത്തിൻ്റെ അക്ഷരം എന്തായിരിക്കും? ലമ്മായിരിക്കും. അതുപോലെ എന്തുവാണ്? വമാ ഖബ്ല ആഖിരിഹി, അതിൻ്റെ അവസാനത്തതിന് മുമ്പുള്ളത് മഫ്തൂഹൻ, ഫത്ഹ് വെക്കപ്പെട്ടതുമായിരിക്കും. മുലാറത്തിന്റെ ഹർഫ് ലമ്മുമായിരിക്കും, അവസാനത്തതിന് മുമ്പുള്ളത് ഫത്ഹുമായിരിക്കും. നഹ്വ് ഏതുപോലെ? യുൻസറു, യുൻസറു, യൻസുറു എന്നായിരുന്നത്, അത് മജ്ഹൂലായപ്പോൾ യുൻസറു എന്നായി. വയുദഹ്റജു ഉണ്ടോ, മറ്റേത് യുദഹ്രിജു എന്നായിരുന്നു മഅറൂഫ്. ഇവിടെ അവസാനത്തിന് മുമ്പുള്ളത് ഫത്ഹ് ആക്കിയിട്ട് വയുദഹ്റജു എന്നായി. വയുക്റമു വയുഖാതലു വയുഫറഹു വയുസ്തഖ്റജു, വയുസ്തഖ്റജു, ഇങ്ങനെ അവസാനത്തതിന് മുമ്പുള്ളത് ഫത്ഹും ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി മാ വല അന്നാഫിയത്താനി, നഫി ചെയ്യുന്ന മായും ലായും. കിതാബ് കയ്യിലില്ലേ? ഓക്കെ. ഒന്ന് വായിക്കും, ഇനിയല്ല വായിക്കും. അല്ല അല്ല, അതല്ല, മാ മാ അല്ലേ? ഇനി വഅലം, നീ അറിയുക, അന്നഹു, തീർച്ചയായിട്ടും കാര്യം, യദ്ഖുലു, പ്രവേശിക്കും, അലൽ ഫിഅലിൽ മുലാരിഇ, മുലാരിയായ ഫിഅലിന്റെ മേൽ പ്രവേശിക്കും, മാ വല അന്നാഫിയത്താനി, നഫി ചെയ്യുന്ന മായും ലായും പ്രവേശിക്കും. മാ എന്നുള്ളതും മായും പ്രവേശിക്കും. മാലിയിലും പ്രവേശിക്കും, അത് വേറെ. മുലാരിയിലും എന്ത് ചെയ്യും? മാ പ്രവേശിക്കും. ഇനി അപ്പോ ഫല തുഗയ്യിറാൻ, ഇവ രണ്ടും മാറ്റം വരുത്തുകയില്ല. സ്വീകത്തഹു, ആ മുലാരിന്റെ രൂപത്തിനിക്ക് മാറ്റം വരുത്തുന്നില്ല. മാ പ്രവേശിച്ചു അല്ലെങ്കിൽ ലാ പ്രവേശിച്ചു, നഫി ചെയ്യുന്ന ലായും മായും പ്രവേശിച്ചത് കൊണ്ട് ആ മുലാരിയ ഫീലിക്ക് മാറ്റമൊന്നുമില്ല. മറ്റോടത്ത് ഇനി മാറ്റം വരുന്നതുണ്ട്. അതാണ് താഴത്ത് പറയുന്നത് ദുഖൂലുൽ ജാസിമി വൻ നാസിബി എന്നൊക്കെ പറയുന്നത്. ഇത് മുലാരിയ ഫീലിന്റെ രൂപത്തിനിക്ക് മാറ്റമൊന്നും വരുത്തൂല. തഖൂലു, നീ പറയും, ലായൻ സുറു, ലായൻ സുറാനി, ലായൻ സുറൂന, ഉണ്ടോ, ഇലാ ആഖിരിഹി
വ്യത്യാസം വന്നിക്കണോ? യൻസുറു യൻസുറാനി യൻസുറൂന എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ അതിൻ്റെ മുമ്പിലൊരു ലാ വന്നു എന്നുള്ളൂ. നഫി ചെയ്യുന്ന രൂപത്തിനേക്ക് ആ യൻസുറു എന്നുള്ള രൂപത്തിനേക്ക് കുഴപ്പമൊന്നും വരുത്തിയിട്ടില്ല. വകദാലിക പ്രകാരം തന്നെ മാ യൻസുറു മാ യൻസുറാനി മാ യൻസുറൂന ഇലാ ആഖിരിഹി, അവിടെ എന്തില്ല, കുഴപ്പമൊന്നും എന്താകുന്നില്ല, വരുത്തുന്നില്ല. യൻസുറു യൻസുറാനി തന്നെ. ശർത്തം നഫിയ ചെയ്യുന്നു, രണ്ടും എന്താവും, നഫിയ ചെയ്യുന്നു. ഓക്കെ. ഇനി 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 പ്രവേശിക്കുന്നത് ഇപ്പം നഫി ചെയ്യുന്ന മായും ലായും പ്രവേശിക്കുമ്പോൾ കുഴപ്പമൊന്നും വരുത്തിയില്ല. ഇനി പറയണത് ദുഹൂലുൽ ജാസിമി വൻ നാസിബി അലൽ ഫിഅലിൽ മുളാരി, മുളാരിയായ ഫീലിൻ്റെ മേൽ നസ്ബ് ചെയ്യുന്നതും ജസ്മ് ചെയ്യുന്നതും പ്രവേശിക്കൽ. നസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങളുണ്ട്, ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളുണ്ട്. അവകൾ പ്രവേശിക്കുമ്പോൾ മുളാരിയായ ഫീലിലേക്ക് വരുന്ന മാറ്റം. വയദ്ഖുലു പ്രവേശിക്കും, അൽ ജാസിമു ജസ്മ് ചെയ്യുന്നത് പ്രവേശിക്കും, ഫയഹദിഫു അത് കളയുകയും ചെയ്യും. ജസ്മ് ചെയ്യുന്നതേ കളയും. ജസ്മ് ചെയ്യുന്നത് എന്തിനെ കളയും? ഹർക്കത്തൽ വാഹിദി, ഏകവചനത്തിൻ്റെ ഹർക്കത്തിനെ കളയും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൻസുറു എന്നുള്ളതിൻ്റെ ആ ഹർക്കത്തിനെ കളഞ്ഞിട്ട് യൻസുർ എന്നാക്കും. ലം യൻസുർ ലമ്മത്തിനെ കളഞ്ഞു, ഹർക്കത്തിനെ കളഞ്ഞു, ഏകവചനത്തിൻ്റെ. അതുപോലെ നൂന തസ്നിയത്തി, തസ്നിയൻ്റെ നൂനിനെയും കളയും. അപ്പം ലം യൻസുർ ലം യൻസുറാ, ശരിക്കും അവിടെ യൻസുറാനി എന്നുണ്ടായിരുന്നു, ആ നൂനിനെ എന്ത് ചെയ്തു, കളഞ്ഞു. വൽ ജംഇ അൽ മുദക്കരി, ജംഇ മുദക്കറിൻ്റെ നൂനിനെയും കളയും. ജംഇ മുദക്കറിൻ്റെ ആ അല്ല, മായും ലായിലും കളയില്ല. നമ്മളിപ്പോ ഇനി ജസ്മ് ചെയ്യുന്നത് പ്രവേശിക്കുമ്പോൾ കളയുന്ന പറഞ്ഞ്, ജസ്മ് ചെയ്യുന്ന മുളാരിയായ ഫീലിക്ക് ജസ്മ് ചെയ്യുന്ന അക്ഷരം, അതായത് ഇൻ, ലം, ലമ്മ, അമ്രിൻ്റെ ല, അതൊക്കെ. അപ്പം അതൊക്കെ ലം, ഇതൊക്കെ എന്താണ്, അല്ല കൈ എന്നുള്ളത് നസ്ബ് ചെയ്യുന്നതാണ്. നസ്ബ് ചെയ്യുന്ന അക്ഷരം പ്രവേശിക്കുമ്പോഴും അത് ശേഷം പറയും. ഇപ്പം ജസ്മ് ചെയ്യുന്നതാണ് പറയുന്നത്. ജസ്മ് ചെയ്യുന്നത് പ്രവേശിച്ചാൽ ഏകവചനത്തിൻ്റെ ഹർക്കത്തുകളെ കളയും. അതുപോലെ തസ്നിയൻ്റെയും ജംഇൻ്റെയും നൂനിനെയും കളയും. പിന്നെന്തിൻ്റെ നൂനിനെയും കളയും? വൽ വാഹിദത്തിൽ മുഖാത്തബത്തി, മുഖാത്തബത്തായ വാഹിദത്തിൻ്റെയും നൂനിനെ കളയും, ഏകവചനത്തിൻ്റെയും കളയും. ഹാലറത്തായതേ മുമ്പിലുള്ള പെണ്ണ്. അപ്പം നമ്മൾ ഒന്ന് സർഫാക്കി വെക്കുക. യൻസുറു യൻസുറാനി യൻസുറൂന എന്നാണ് നമ്മൾ സർഫാക്കിയത് അല്ലേ. ലമ്മ് വരുന്ന സമയത്ത് ലം യൻസുർ ആണോ, റൂ എന്നുള്ളത് റിന്നായി. പിന്നെ ലം യൻസുറാ, യൻസുറാനി എന്നുള്ളത് നൂന് പോയി. യൻസുറൂന എന്നുള്ളത് നൂനും പോയി, ലം യൻസുറൂ. പിന്നെ ലം തൻസുർ, തൻസുറു എന്നായിരുന്നു, അത് ഏകവചനത്തിലുള്ള ഹർക്കത്തിനെ കളഞ്ഞപ്പോൾ ലം തൻസുർ, ലം തൻസുറാ, ലം യൻസുർന. ആ നൂനിനെ കളയില്ല കേട്ടോ. ജംഇ മുഅന്നസിന്റെ നൂനിനെ കളയില്ല. ജംഇ മുദക്കറിന്റെ നൂനിനെയാണ് എന്താകുക, കളയുക. ജംഇ മുഅന്നസിന്റെ നൂനിനെ എന്ത് ചെയ്യില്ല, കളയില്ല. അതുപോലെ ലം തൻസുർ, ലം തൻസുറ, ലം തൻസുറു, ലം തൻസുരീ, അവിടെ ഒരു നൂനുണ്ടായിരുന്നു, തൻസുരീന, ആ നൂനെയും കളഞ്ഞു. ലം തൻസുരീന, ആ നൂനെ എന്ത് ചെയ്തു, കളഞ്ഞു. അപ്പോൾ ജസ്മ് ചെയ്യുന്ന അക്ഷരം പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകവചനത്തിലെ ഹർക്കത്തിനെയും തസ്നിയയുടെയും ജംഇൻ്റെയും നൂനിനെയും ഏകവചനം മുഖാത്തബത്ത്, ഏകവചനം ഹാലറത്തിലെ നൂനിനെയും കളയും. ഹർക്കത്ത് കളയും. ഓക്കെ.
ഇനി കണ്ടോ, വലാ യഹ്ദിഫു കളയൂല, വലാ യഹ്ദിഫു കളയൂല നൂന ജമാഅത്തിൽ മുഅന്നസി, ജംഅ് മുഅന്നസിന്റെ നൂനിനെ കളയൂല, ജംഅ് മുഅന്നസിന്റെ നൂനിനെ കളയൂല. കാരണം ഫഇന്നഹു ലമീറുൻ, അത് ലമീറാണ്. അതെന്താണ്? ലമീറാണ്. കളയും. ഏതുപോലെ? കൽ വാവി ഫി ജംഇൽ മുദക്കരി, ജമ്മു മുദക്കറിലെ വാവിനെ പോലെ. ജമ്മു മുദക്കറിലെ വാവിനെ കളഞ്ഞില്ലല്ലോ. ജമ്മു മുദക്കറിലൊരു വാവ് ഉണ്ടാകുന്നില്ലേ? യൻസുറൂന എന്ന് പറയുമ്പോൾ ഒരു വാവുണ്ട്. ആ വാവ് അവിടെ തന്നെ നിർത്തി. ലം യൻസുർ, ലം യൻസുറ, ലം യൻസുറൂ. ഉണ്ടോ? ആ വാവിനെ കളയാതെ തന്നെ അവിടെ നിർത്തിയില്ലേ, ലമീറായതുകൊണ്ട്. അതുപോലെ തന്നെ ഈ നൂനിനെയും കളയാൻ പറ്റൂല. ഈ നൂനും എന്താണ്? ലമീറാണ്. ഫതസ്ബുതു, അത് സ്ഥിരപ്പെടും. ഈ നൂന് സ്ഥിരപ്പെടും. ജമ്മു മുഅന്നസിന്റെ നൂന് സ്ഥിരപ്പെടും. അലാ കുല്ലി ഹാലിൻ, എല്ലാ അവസ്ഥയിലും സ്ഥിരപ്പെടും. എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും ഉണ്ടാവും, സ്ഥിരപ്പെടും. തഖൂലു, നീ പറയും, ലം യൻസുർ ലം യൻസുറാ ലം യൻസുറു, ലം തൻസുർ ലം തൻസുറാ ലം യൻസുർന, ലം തൻസുർ ലം തൻസുറാ ലം തൻസുറു, ലം തൻസുരീ. കണ്ട, അവിടെ നൂന് പോയി. അതാ മുഖാത്തബത്തിന്റെ നൂന് പറഞ്ഞത്. ലം തൻസുരീ ലം തൻസുറാ ലം തൻസുർന, ലം അൻസുർ ലം നൻസുർ. ഓക്കെ. ഇനി നോക്കണേ. ഇനി അത് നേരെ ജസ്മ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ വയദ്ഖുലു അന്നാസിബു, നസ്ബ് ചെയ്യുന്നത് പ്രവേശിക്കും. മുളാരിയായ ഫീലിന്റെ മേൽ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യുന്നത് പ്രവേശിക്കും. അൻ ലൻ കൈ ഇദൻ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ഫയുബ്ദിലു, അപ്പൊ നസ്ബ് ചെയ്യുന്നത് മാറ്റം വരുത്തും. മിനൽ ലമ്മത്തി, ലമ്മത്തിൽ നിന്ന് മാറ്റം വരുത്തും. ഫത്ഹത്തൻ, ഫത്ഹയായിട്ട് മാറ്റം വരുത്തും. അപ്പൊ യൻസുറു എന്നുള്ളത് ആ ലമ്മത്തിനെ ഫത്ഹയായിട്ട് മാറ്റം വരുത്തും. അപ്പൊ എന്താണ്? യൻസുറ, ലൈ യൻസുറ എന്നായി മാറി. യുസ്കിത്തു നൂനാത്തി, നൂനുകളെ മൊത്തം കളയും ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ, ആ നൂനുകളൊക്കെ കളയും. ഏതൊഴികെ? സിവാ നൂനി ജംഇൽ മുഅന്നസി, ജംഉ മുഅന്നസിന്റെ നൂനൊഴികെ. ജംഉ മുഅന്നസിന്റെ നൂനൊഴികെ ബാക്കി എല്ലാ നൂനുകളെയും കളയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഫത്തഖൂലു, നീ പറയും. അതിന്റെ ഞങ്ങളെ ആ നൂന് കളയും. ജമ്മു മുഅന്നസിന്റെ നൂനൊഴികെ ബാക്കി എല്ലാ നൂനെയും കളയും. ഫത്തഖൂലു, നീ പറയും, ലൻ യൻസുറ ലൻ യൻസുറ ലൻ യൻസുറു, ഇലാ ഏതുവരെ? ലൻ അൻസുറ ലൻ നൻസുറ. ക്ലിയർ അല്ലേ? ഇനി വമിനൽ ജവാസിമി, ജസ്മ് ചെയ്യുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് ലാമുൽ അംരി, അംറിന്റെ ലാമ്. അംറിന്റെ ലാമില്ലേ, അത് ജസ്മ് ചെയ്യുന്നതിൽ പെട്ടതാണ്. ഫതഖൂലു, നീ പറയും, ഫി അംറിൽ ഗായിബി, അംറ് ഗായിബിൽ നീ പറയും, ലിയൻസുർ, അവൻ സഹായിക്കട്ടെ, ലിയൻസുറ, അവർ രണ്ട് പുരുഷന്മാർ സഹായിക്കട്ടെ, ലിയൻസുറു, അവർ കുറേ പുരുഷന്മാർ സഹായിക്കട്ടെ, ലിതൻസുർ, അവൾ ഒരു സ്ത്രീ സഹായിക്കട്ടെ, ലിതൻസുറ, അവർ രണ്ട് സ്ത്രീകൾ സഹായിക്കട്ടെ, ലിയൻസുർന, അവർ കുറേ സ്ത്രീകൾ സഹായിക്കട്ടെ. വഖിസ് അലാ ഹാദാ,
ഈ പറഞ്ഞതിൻ്റെ മേൽ നീ താരതമ്യം ചെയ്തോ. ലിയദ്രിബ് ലിയദ്രിബാ ലിയദ്രിബു ലിയഅലം ലിയഅലമാ ലിയഅലമു ലിയദ്ഖുൽ ലിയദ്ഖുലാ ലിയദ്ഖുലു ലിയുദഹ്രിജ് ലിയുദഹ്രിജ ലിയുദഹ്രിജു വഗൈറ ഇതല്ലാത്തതിനെയും. അപ്പം അംർ എങ്ങനെയൊക്കെയാണോ വരുന്നത് അവകളെയൊക്കെ എന്ത് ചെയ്തോ നീ ഇതേപോലെ ജസ്മ് ചെയ്ത് സർഫാക്കിക്കോ. വമിൻഹാ ജവാസിമിൽ പെട്ടതാണ് ജസ്മ് ചെയ്യുന്നത് പറഞ്ഞില്ലേ ലാരിയ ഫീനിക്ക്, അതിൽപ്പെട്ടതാണ് ലന്നാഹിയത്തു നഹി ചെയ്യുന്ന ലാ, നഹിയ ചെയ്യുന്ന ലാ. ഫതഖൂലു നീ പറയും ഫി നഹിയിൽ ഗായിബി നഹി ഗായിബിൽ പറയും ലാ യൻസുർ ലാ യൻസുറ ലാ യൻസുറു ലാ തൻസുർ ലാ തൻസുറ ലാ യൻസുർന. അല്ല അവിടെയൊക്കെ നോക്ക് ലാ യൻസുർ ജസ്മി ചെയ്തു, ലാ യൻസുറ നൂനൊക്കെ പോയി അല്ലേ, നൂനുകളൊക്കെ എന്ത് ചെയ്തു കളഞ്ഞു. അതുപോലെ വഫി നഹിയിൽ ഹാദിരി നഹി ഹാദിറിൽ നീ പറയും ലാ തൻസുർ ലാ തൻസുറ ലാ തൻസുറു ലാ തൻസുരി ലാ തൻസുറ ലാ തൻസുർന. വകദാ ഇപ്രകാരം തന്നെ ഖിയാസു സാഇരിൽ അംസില മറ്റു ഉദാഹരണങ്ങളെ താരതമ്യപ്പെടുത്തലും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നഹിയ ചെയ്യുന്ന ലെറ്ററുകളൊക്കെ വരുന്ന സമയത്ത് അക്ഷരം വരുന്ന സമയത്തും ഇതേപോലെ ജസ്മ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അംർ ഹാദിർ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. അത് കുറച്ച് വിശാലമായി പറയേണ്ടതാണ്. അതാദ്യം വിഷയം ഒന്ന് പറയാൻ. അംർ ഹാദിർ അംർ ഗായിബ് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല. അംർ ഗായിബിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി, ഒരു കസ്ർ വെക്കപ്പെട്ട ലാമ് കൊടുത്താൽ മതി. എഫ് അലു എന്നുള്ള മുലാരിയായ പേരിൻ്റെ തുടക്കത്തിൽ കസ്ർ വെക്കപ്പെട്ട ഒരു ലാമ് കൊടുക്കുക, പിന്നെ അത് ജസ്മ് ചെയ്തുകൊണ്ട് സർഫാക്കിയാൽ മതി. പക്ഷെ അംർ ഹാദിർ ആകുന്ന സമയത്ത് അത് മുലാരിയായ ഫീല് എങ്ങനെയാണോ വരിക അതെടുക്കുക. ഉദാഹരണം പറയാം, ഇപ്പോൾ തുദഹ്രിജ് ഉണ്ടോ, ഞാൻ ഷെയ്ഡ് ചെയ്യുക. തുദഹ്രിജ് എന്നുള്ളതൊരു മുലാരിയായ ഫീലാണ്, തുദഹ്രിജു. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുലാറത്തിൻ്റെ അക്ഷരം കളഞ്ഞു. ഇപ്പോൾ ത അല്ലേ മുലാറത്തിൻ്റെ അക്ഷരം, അതിനെ കളഞ്ഞപ്പോൾ ഹർക്കത്തുണ്ടെങ്കിൽ ഹർക്കത്തുണ്ട്. ഇപ്പോൾ തുദഹ്രിജു പറയുമ്പോൾ ഹർക്കത്തുണ്ട്, അപ്പോൾ പിന്നെ അത് ജസ്മ് ചെയ്തിട്ട് അതന്നെ അതിൻ്റെ അംർ ദഹ്രിജ് ഉണ്ടോ. ഇവിടെ നോക്കി നിങ്ങൾ ദഹ്രിജ് ദഹ്രിജ ദഹ്രിജു ദഹ്രിജി ദഹ്രിജ ദഹ്രിജ്ന. അവിടെ മുലാറത്തിൻ്റെ ലെറ്റർ കളഞ്ഞ് നേരെ എന്ത് ചെയ്തു അതേപോലെ അംറാക്കിയിട്ട് പറഞ്ഞു. ഇനി മുലാറത്തിൻ്റെ അക്ഷരത്തിന് കളഞ്ഞതിന് ശേഷം എന്തല്ല ഇപ്പൊ പറഞ്ഞ പോലെ ഫത്ഹ് അല്ല, അല്ലെ ഹർക്കത്തല്ല, സുക്കൂനാണ്. എന്താണ്? സുക്കൂനാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, തുടക്കത്തിൽ ഒരു ഹംസ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് അവിടെ ഉൻസുർ കണ്ടോ, ഉൻസുർ നസറ യൻസുറു എന്നാണ്. അപ്പൊ യൻസുറു എന്നുള്ളടത്ത് അതിന് നമ്മൾ മുലാറത്തിൻ്റെ അക്ഷരം കളഞ്ഞപ്പോൾ പിന്നെ നൂനാണ് അക്ഷരം. ആ നൂന് സുക്കൂനാണ്. നൂന് സുക്കൂനാകുമ്പോൾ എന്ത് ചെയ്യില്ല, അപ്പോൾ ഒരു വസ്ലിൻ്റെ അലിഫ് ചേർത്ത് കൊടുക്കും തുടക്കത്തിൽ. അത് ഐൻ ഫീലിനിക്ക് ലമ്മാണെങ്കിൽ, നസറ യൻസുറു സ്വാദല്ല ഐൻ ഫീല്, എനിക്ക് ലമ്മാണല്ലോ അല്ലേ. നസറ യൻസുറു കതബ യക്തുബു ദഖല യദ്ഖുലു ഇതൊക്കെ ലമ്മാണ്.
ഐൻഫീനിക്ക്. ഐൻഫീനിക്ക് ലമ്മാണെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന തുടക്കത്തെ അക്ഷരത്തിനും ലമ്മ് കൊടുക്കും. ഒരു വസലിന്റെ അലിഫ് കൊടുക്കും പറഞ്ഞില്ലേ, ആ വസ് ആ വസലിന്റെ അലിഫിനിക്കും നമ്മൾ എന്ത് കൊടുക്കും? ലമ്മ് കൊടുക്കും. അതുകൊണ്ടാണ് ഉൻസുർ, ഉക്തുബ്, ഉദ്ഖുൽ. അവിടെയൊക്കെ എന്തുണ്ട്? ഒക്കെ ഊന്ന് ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഐൻഫീലിനിക്ക് ലമ്മാണ്. ഇനി ഐൻഫീലിനിക്ക് കസ്റോ ഫത്തുഹോ ആണെങ്കിൽ, ലമ്മാണെങ്കിൽ ഈ കൊടുക്കണ അലിഫിനിക്കും ലമ്മ് കൊടുക്കണം. ഫത്തുഹോ കസ്റോ ആണെങ്കിൽ ഈ അലിഫിനിക്ക് കസ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ഇൽരിബ് എന്ന് പറയുന്നത്. ഇൽരിബ്. യസ്മഉ. ആ ഫത്തഹ് ഐൻഫീലിനേക്ക് അവിടെ കെസറാണ്. അവിടെ ഇൽരിബ് എന്ന് പറയുന്നിടത്ത് കെസറാണല്ലോ. ലറബ ഇൽരിബു, റായിനക്ക് കെസറാണ്. അപ്പോൾ ഇൽരിബ് എന്നായി. ഈ സമിഅ യസ്മഉ, അവിടെ സമിഅ യസ്മഉ, അവിടെ മുലാറത്തുൽ അസ്റത്തെ കളഞ്ഞതിന് ശേഷം സുക്കൂനാണ്. പക്ഷെ ഐൻഫീലിനേക്ക് ഫതഹ ആയപ്പോഴും കെസർ വെക്കപ്പെട്ട ഒരു അലിഫ് കൊടുത്തു. ഇസ്മഅ ഇഅ്ലം, ഇസ്മഅ ഇഅ്ലം അങ്ങനെ കൊടുത്തു. ഇതാണ് ഇപ്പോൾ അവിടെ പറയാനുള്ളത്. ഓക്കെ അല്ലേ? വായിക്കട്ടെ. ഏത്? മാലി പോലെ പറഞ്ഞ മനസ്സിലായില്ല. ആ ലമ്മല്ല, മുലാറദേശം കഴിഞ്ഞ ശേഷം ഹർക്കത്താണെങ്കിൽ, ലമ്മ് എന്നല്ല, ഹർക്കത്താണെങ്കിൽ. അല്ല, ലമ്മാണെങ്കിൽ നല്ല പറഞ്ഞേ. മുലാറത്തിന്റെ അക്ഷരത്തിന് ശേഷം എന്താണ് ഹർക്കത്താണെങ്കിൽ അത് ലമ്മ ആവാം, ചിലപ്പോൾ ഫത്ത് ആവാം, കസറാവാം. ഇവിടെ ഫത്ത് ആണ്. തുദഹരിജു എന്നുള്ളടത്ത് ഫത്ത് ആണ്. തുദഹരിജു എന്നുള്ളടത്ത് എന്താണ് ഫത്ത് ആണ്? ഇനി ചില സമയത്ത് കുൽ, കുൽ എന്ന് പറയില്ല നമ്മള്, നീ പറയൂ. അവിടെ കാല യഖൂലൂന ഉദാരി വരിക. അപ്പൊ യാ കളഞ്ഞപ്പോ എന്തായി? കൂ എന്നാണ്. അപ്പൊ അതിന്റെ അമ്ര കുൽ. വാവ് പോകാൻ കാരണം അതിന്റെ ഇടയിലൊരു വാവുണ്ട്, യഖൂലു എന്നുള്ളത് വാവ്. അത് വാവും ലാമും തമ്മിൽ രണ്ടിനും സുക്കൂന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ലഈഫായ ലെറ്റർ ആകുന്ന വാവ് കളയും, വാവിനെ കളയും. അമ്മൽ അമ്രു ബിസ്വീഗത്തി, അപ്പോൾ അമ്രു ബിസ്വീഗ, അമ്ര ബിസ്വീഗ ഒരു പ്രത്യേക രൂപം കൊണ്ടുള്ള അമ്ര, പ്രത്യേക രൂപം കൊണ്ടുള്ള അമ്ര. അതേതാ? വഹു അമ്രുൽ ഹാദിർ, അത് അമ്രു ഹാദിറാണ്. പ്രത്യേക രൂപം കൊണ്ടുള്ള അമ്ര. മറ്റേത് അങ്ങനെയല്ലല്ലോ. അമ്രു വായ്പ എങ്ങനെയാണ്? കസ്റാക്കപ്പെട്ട ഒരു മുലാരിന്റെ മുമ്പ് കസ്റാക്കപ്പെട്ട ഒരു ലാമ് കൊടുത്താൽ മതി, വേറെ പ്രത്യേക രൂപമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രത്യേകം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഈ അമ്ര ഹാദിർ ഫഹുവ ജാരിൻ, അത് നടക്കുന്നതാണ്. അല ലഫുലിൽ മുലാരിഇൽ മജ്സൂമി, മജ്സൂമായ മുലാരിന്റെ പദത്തിന്റെ മേൽ, ജസ്മു വെക്കപ്പെട്ട മുലാരിന്റെ പദത്തിന്റെ മേൽ നടക്കും. ഫൈൻ കാന മാ ബഅദ ഹർഫിൽ മുലാറഅത്തി, മുലാറഅത്തിന്റെ
അക്ഷരത്തിനു ശേഷമുള്ളത് ആയാൽ, മുത്തഹർരിക്കൻ ഹർക്കത്തുള്ളതായാൽ, ശ്രദ്ധിച്ചോ, മുദാറഅത്തിന്റെ അക്ഷരത്തിനു ശേഷമുള്ളത് ഹർക്കത്തുള്ളതായാൽ ഫതുസ്കിതു, അപ്പോൾ നീ കളയണം, ഇൻഹു അതിൽ നിന്ന് ഹർഫൽ മുദാറഅത്തി, മുദാറഅത്തിന്റെ ഹർഫിനെ കളയണം. വതഅതി ബിസൂറത്തിൽ ബാക്കി, ബാക്കിയുള്ള രൂപത്തിനെ നീ കൊണ്ടുവരണം, മജ്സൂമൻ ജസ്മു ആക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരികയും വേണം. ബാക്കിയുള്ളതിന് എന്ത് ചെയ്യുക? ജസ്മു ആക്കപ്പെട്ടതായിട്ട് കൊണ്ടുവരിക. ഫതഖൂൽ, അപ്പോൾ നീ പറയും, ഫിൽ അംരി മിൻ തുദഹ്രിജു, തുദഹ്രിജു എന്നുള്ളതിനുള്ള അമറിൽ നീ പറയും ദഹ്രിജ്, ദഹ്രിജ, ദഹ്രിജു, ദഹ്രിജി, ദഹ്രിജ, ദഹ്രിജ്ന. ഹക്കദ ഇപ്രകാരം തന്നെ തഖൂലു നീ പറയും. ഫി ഫർരിഹ്, ഫർരിഹ്, ഫർരിഹ, ഫർരിഹു, ഫർരിഹി, ഫർരിഹ, ഫർരിഹ്ന. അതുപോലെ തകസ്, ഖാതിൽ, ഖാതില, ഖാതിലു, ഖാതിലി, ഖാതില, ഖാതിൽന. തകസ്സർ, തകസ്സറ, തകസ്സറു, തകസ്സരി, തകസ്സറ, തകസ്സർന. തബാഅദ്, തബാഅദ, തബാഅദു, തബാഅദി, തബാഅദ, തബാഅദ്ന. തദഹ്റജ്, തദഹ്റജ, തദഹ്റജു, തദഹ്റജി, തദഹ്റജ, തദഹ്റജ്ന. ഒക്കെ അങ്ങനെ. ഇതാ തദഹ്റജല്ല, ഇത് റുബായി മസീദ് ഫിഹിയാണ്. അത് മുദാറഅത്തിന്റെ അക്ഷരം കളഞ്ഞു. തദഹ്റജ യതദഹ്റജു എന്ന മുദാരി വരെയല്ലേ, യതദഹ്റജു, ആ യായിനെ കളയും. ഇതായിലുള്ള താണ്, അത് മുദാറഅത്തിന്റെ താ അല്ല. അപ്പൊ ഇങ്ങനെ ഹർക്കത്തുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുദാറഅത്തിന്റെ അക്ഷരത്തെ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് അതേ രൂപത്തിൽ പറയും. ഇനിയോ, ഇനി അടുത്തത്, വൈൻകാന മാ ബഅദ ഹർഫിൽ മുദാറഅത്തി സാക്കിനൻ, മുദാറഅത്തിന്റെ ഹർക്കത്തിനു ശേഷമുള്ളത് സുകൂനുള്ളതായാൽ, മുദാറഅത്തിന്റെ ഹർക്കത്തിനു ശേഷമുള്ളത് സുകൂനുള്ളതായാൽ ഫതഹദിഫു, നീ കളയണം, മിൻഹു അതിൽ നിന്ന് ഹർഫൽ മുദാറ, അപ്പോൾ മുദാറഅത്തിന്റെ ഹർഫിനെ കളയണം. വതഅതി ബി സൂറത്തിൽ ബാക്കി മജ്സൂമൻ, ബാക്കിയുള്ളത് ജസ്മുവാക്കപ്പെട്ട രൂപത്തിൽ നീ കൊണ്ടുവരികയും വേണം. എങ്ങനെ? മസീദൻ ഫി അവ്വലിഹി, അതിൻ്റെ തുടക്കത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ടുകൊണ്ട്, ഹംസത്തു വസ്ലിൻ, ഒരു വസ്ലിൻ്റെ ഹംസ വർദ്ധിപ്പിക്കപ്പെട്ടുകൊണ്ട്, തുടക്കത്തിൽ ഒരു അലിഫ് കൊടുക്കണം. മക്സൂറത്തൻ, കസ്ർ വെക്കപ്പെട്ടതായതായിട്ട്, കസ്ർ വെക്കപ്പെട്ടതായ അതായിട്ട് എന്ത് ചെയ്യണം? വെച്ചു കൊടുക്കണം. എപ്പോഴൊഴികെ? ഇല്ലാ യകൂന ഐനുൽ മുദാരി മിൻഹു മദ്മൂമൻ, അതിൻ്റെ മുദാരിൻ്റെ ഐൻ ഫീൽ ലമ്മ് വെക്കപ്പെട്ടതായാൽ ഒഴികെ, ലമ്മ് വെക്കപ്പെട്ടതായാൽ ഒഴികെ. അപ്പോൾ ലമ്മ് വെക്കപ്പെട്ടതായാലോ ഫതലുമ്മുഹ, നീ അതിനേക്ക് ലമ്മും കൊടുക്കണം. ലമ്മാണെങ്കിൽ എന്ത് ചെയ്യണം? ഐൻ ഫീൽ ലമ്മാണെങ്കിൽ നീ ലമ്മ് കൊടുക്കണം. ഫതഖൂലു, നീ പറയും, ഉൻസുർ, ഉൻസുറ. ഉണ്ടോ, ലമ്മായതുകൊണ്ടാണ് ഉൻസുർ എന്നുള്ള വസ്ലിൻ്റെ ഹംസക്ക് ലമ്മ് കൊടുത്തത്. ഉൻസുർ, ഉൻസുറ, ഉൻസുറു, ഉൻസുരി, ഉൻസുറ, ഉൻസുർന. കദാലിക ഇദ്രിബ്, ഇദ്രിബ, ഇദ്രിബു, ഇഅലം, ഇഅലമ, ഇഅലമു, ഇൻഖതിഉ, ഇൻഖതിഅ, ഇൻഖതിഉ, ഇജ്തമിഉ, ഇജ്തമിഅ, ഇജ്തമിഉ, ഇസ്തഖ്രിജ്, ഇസ്തഖ്രിജ, ഇസ്തഖ്രിജു. അവിടൊക്കെ എന്താണ്? ഒക്കെ കസ്ർ വെക്കപ്പെട്ടതായിട്ടാണ്. കാരണം അതിൻ്റെ ഐൻ ഫീലൊക്കെ ഫത്ഹോ അല്ലെങ്കിൽ കസ്റോ ആണ്. ഫത്ഹോ കസ്റോ ആകുമ്പോൾ എന്ത് ചെയ്യാം? കസ്ർ വെക്കപ്പെട്ട ഹംസ കൊടുക്കാം. അതല്ലാത്ത ലമ്മാണെങ്കിൽ ഐൻഫീലിന് ലമ്മാണെങ്കിൽ ലമ്മ് വെക്കപ്പെട്ട ഹംസയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതും കൂടി പറയാം. ഇപ്പോൾ ഫതഹു, ഒരു ഫത്ഹ് ചെയ്തു. ഹംസത്ത അക്രിം, അക്രിം എന്നുള്ള ഹംസക്ക് ഫത്ഹ് കൊടുത്തു. ശരിക്ക് കസ്റാണല്ലോ നമ്മൾ കൊടുക്കാൻ പറഞ്ഞത്. മുദാറഅത്തിന് അക്ഷരം കളഞ്ഞാൽ കസ്റാണ് നമ്മൾ കൊടുക്കുക. ഇവിടെ എന്താ ഫത്ഹ് കൊടുത്ത്? അത് ബിനാഅൻ അലൽ അസ്ലിൽ മർഫൂ, കളയപ്പെട്ട അസ്ലിൻ്റെ മേലെടുത്തതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അക്രമ യുക്രിമു എന്നാണ് നമ്മൾ സർഫാക്കുക. പക്ഷെ അതിൻ്റെ അവിടെ ഒരു ഹംസ കളയപ്പെട്ടിട്ടുണ്ട് അസ്ലായിട്ട്. യു അക്രിമു എന്നാണ്. ഫ ഇന്ന അസ്ല തുക്രിമു, തുക്രിമു എന്നുള്ളതിൻ്റെ അസ്ല് തു അക്രിമു എന്നാണ്. കളയപ്പെട്ട ഒരു അസ്ല അവിടെ ഉണ്ടല്ലോ, അത് അപ്പോൾ മുദാറഅത്തിൻ്റെ അക്ഷരത്തെ കളഞ്ഞപ്പോൾ അക്രിം എന്നായി. തു അക്രിമു എന്നുള്ളത് അക്രിം എന്നായി മാറി. ഓക്കെ അല്ലേ?
ഓക്കെ, മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അല്ല, ഇക്രിം എന്നല്ല. ഇക്രിം എന്നുള്ളത് കറുമ യക്കുറുമു എന്നുള്ളതിന്റെ ഉക്കുറും എന്നാണ് നമ്പർ വരിക. ഇത് അക്രമ യുക്രിമുന്റെ അക്രിം എന്നാണ്. കാരണം അവിടെ തു അക്രിമൂന്നുണ്ട് അസില്. തു അക്രിമൂന്നുണ്ടായപ്പോൾ ആ എന്നുള്ളത് അവിടെ അസിലുണ്ടല്ലോ. പിന്നെ തൂ എന്നുള്ളത് കളഞ്ഞപ്പോൾ അക്രിം എന്നുള്ള അസിലുള്ളത് എടുത്തു കൊണ്ടുവന്നു. അപ്പം അക്രിം എന്നായി.